അങ്ങനെ നമ്മൾ കേരള കർണാടക ബോർഡർ എത്തി. ബോർഡർ എന്താ ബ്ലോക്ക് ഫുൾ ബ്ലോക്കല്ലേ? എന്തൊക്കെയാ ചുരത്തിൽ ആനയായിട്ടുണ്ടോ ഫ്രണ്ടിൽ? അണ്ണാ വളവ് ഒരു ബസ് എത്തിയിട്ടുണ്ടോ കേട്ടോ ചുരത്തിൽ? വേറൊരു കാറ് ആക്സിഡൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണെന്ന് വിശേഷം? സുഖമല്ല? ഞാൻ ഉണ്ടല്ലോ വർക്കിന് പോയിട്ടോ. എവിടെയാണെന്ന് അറിയാം, കൂർഗിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, പേട്ടക്ക് പോയാ. അപ്പോൾ ഇപ്പോൾ ഇരുട്ടിയെത്തി, ചാടിക്കാൻ നിർത്തിയതാ. ഇപ്പോൾ സമയം എന്താ? നമ്മൾ ഇവനുണ്ട്, ചക്കനുണ്ട്. ഇതായി പറഞ്ഞേ അതെല്ലാം കോമഡി ഉണ്ട്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ചായക്ക് പറഞ്ഞു. ഞാൻ കുറച്ച് മധുരം കുറവ് അറിയാലോ, മധുരം കുറവ് പറഞ്ഞു. ഒരു പഴംപൊരിയും പറഞ്ഞു. ഇവനാണെങ്കിൽ ബോണ്ടൊക്കെ പറഞ്ഞു. ബോണ്ടൊക്കെ സാലിനാന്ന് പറഞ്ഞു. ബോണ്ട സാലിന് വെച്ചിട്ട് ചോദിച്ചാലോ കൊണ്ടുകൂടെ സാധനം കണ്ട പൊറോട്ടയും എന്താ സാലിനും അല്ലേ? പൊറോട്ടയും സാലിനും. പിന്നെ ഏതായാലും വിശക്കുന്നല്ലേ, കഴിക്കട്ടെ. ചായ മോശമൊന്നുമില്ല. ഇവിടെ ഒരു ഇട്ട് നമുക്ക് കയറി. ഇത് ഇരുട്ടി കഴിഞ്ഞ് കൂട്ടുപുഴ എത്താൻ പോകുന്ന സ്ഥലത്തല്ലേ? കൂട്ടുപുഴ എത്താൻ പോകും. വരിക കഴിച്ച് നമുക്ക് പോകാം. ഓക്കെ. എന്താണ് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിന്, കഴിയാൻ കുറച്ച് ലേറ്റായിട്ടാണ് പുറക്കെത്തിയ. അതായത് പൊളിച്ചക്ക പുറക്കെത്തിയ. നമുക്ക് ഇന്നും നാളെയൊന്ന് കല്യാണം കേട്ടോ. ഇന്നത്തെ ഡേറ്റ് എന്താടാ? 2, 3 മെയ് 2, മെയ് 3 കല്യാണം. മെയ് 2 വൈകുന്നേരം ആകുമ്പോൾ എത്തിയാൽ മതി. കള്ളാസ് പോയി പോകും. മെയ് 2 വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. അതായത് ഒരു 4 മണി 4:30 5 മണിയുടെ ഉള്ളിൽ എത്തിയാൽ മതി. അത് പെണ്ണിലാണോ മുസ്ലിങ്ങളാണോ? അതെ. അപ്പോൾ ഇന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനവിടെ കൂർഗിൽ വർക്കെടുത്തിന്, മുസ്ലിം കല്യാണം എടുത്തിന്. ഇപ്പോൾ അതിന് ശേഷം വന്ന മുസ്ലിം കല്യാണം ഇത്. അപ്പോൾ ആയിരിക്കും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഓക്കെ. ഇൻസ്റ്റ പേജ് ഉണ്ട്. ഇപ്പോൾ അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫിന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പേജ് കിട്ടും. ഓക്കെ. ഫോട്ടോഗ്രാഫി നോക്കി ഇഷ്ടപ്പെടുന്ന ഏൽപ്പിക്കും. അടിപൊളിയായി ചെയ്തുതരാം. നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിൻ്റെല്ലോ ഫാമിലിയിലെല്ലോ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഓക്കെ. അതോ അതല്ല പിന്നെ ഇത് പൊറോട്ടേച്ചില്ലേ? കേട്ടോ എനിക്കൊന്ന് വേണം. കടിയെടുത്തോടാർന്ന് കടിയെടുത്തോ? നമുക്ക് എടുത്തിട്ടോ. ഭയങ്കര നെയ്യ്, എണ്ണ ഒരു ഇഷ്ടംപോലെ കടിയുണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് ചവിട്ടിയാൽ അതിനിപ്പോൾ ഇനിയൊന്നുമില്ല. നേരെ കല്യാണം വീട്ടിലേക്ക് ചുരം കയറിയിട്ട് കുറച്ചേ പോകേണ്ടി വരും. ഇച്ചിരിയേ പോകേണ്ടി വരും. ചുരം കയറിയിട്ട് കുറച്ച് മതി. എത്തും. കാടമുട്ട തിരിച്ചു, കാടമുട്ട ഫ്രൈ നല്ലതാണ്. ചായ മോശമില്ല അല്ലേ? മോശമില്ല. ഇതിങ്ങനെ എടുക്കലൂടെ കഴിക്കാവല്ല. നീ ടിഷ്യൂ എടുക്കല്ലേ? എന്നാൽ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിലേ. ഇന്നലെ നല്ല ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്തിന്, വീഡിയോ കാണണേ. നമ്മളെ ഷിക പ്രഭാകരൻ, സിനിമാ പിന്നണി ഗായിക ഷിക പ്രഭാകരൻ നയിക്കുന്ന ഗാനമേള. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഓക്കെ. ഇതോടെ ഇട്ടാ വിളിച്ചേ. അപ്പോൾ കല്യാണ പരിപാടിയാണ് തളിപ്പറമ്പിൽ. വലിയ ഗ്രാൻഡ് പരിപാടിയാണ്. വി ഐ പി മാത്രം. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഉണ്ടായി. സ്വരാഗ് ഓർക്കസ്ട്ര പയ്യന്നൂർ. ഷിക പ്രഭാകരൻ, ഞാൻ, റിയാന റമീസ്, പിന്നെ നമ്മളെ പ്രീത്തു ഞങ്ങളും. മൂത്ത് പറഞ്ഞോ ഇങ്ങനെ വിളിക്കുമ്പോൾ മുളകായോ സംശയം ഇല്ല. കൈക്ക് മുളകായിട്ടുണ്ടോ അവസ്ഥ. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ടേ ഇത് വേഗം വിടാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗൊന്ന് കാണാം കേട്ടോ. ഓക്കെ. മോശമില്ല, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്, സെറ്റപ്പാണ്. പിന്നെ നമ്മളെ സിദ്ദിഖില്ലേ നടൻ, സിദ്ദിഖിൻ്റെ മോനുണ്ടേ. പിന്നെ അതുപോലെ പല ആക്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്. കാരണം ഇന്നലത്തെ പ്രോഗ്രാമിൻ്റെ ആ സംഭവം ആയതാണെന്ന് വെച്ചാൽ ഒരു കല്യാണ റിസപ്ഷനാണ് ഇന്നലെ. ഒരുപാട് സിനിമ ചെയ്ത പ്രൊഡ്യൂസറുണ്ട്, അവരെ മോൻ്റെ കല്യാണം, അതിൻ്റെ റിസപ്ഷനാണ്, കല്യാണത്തിൻ്റെ റിസപ്ഷൻ. അപ്പോൾ കല്യാണ റിസപ്ഷനാണ്. അപ്പോൾ ഒരുപാട് നടന്മാരും ഞങ്ങൾ വന്നില്ല. നമ്മളെ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും വെച്ചിട്ടുള്ള ഒരുപാട് ഫിലിം ചെയ്തിനവർ. ഇപ്പോൾ എന്തോ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തേവർ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അത് നമ്മളെ പ്രൈത്തേട്ടനുണ്ട്. കുളിക്കട്ടെ, ഉഷാറാക്കട്ടെ, നമ്മളെല്ലാ സപ്പോർട്ടും ഉണ്ടാവും.
നമ്മളെ പ്രൈത്തേട്ടൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. എടാ എത്രയാടാ ചോദിച്ചോക്കിയേ. പോയി വെള്ളവും വാങ്ങണം. കഴിയുന്നില്ല, ഭയങ്കര ചൂടാട്ടാ. പോയിരുന്ന ചൂട്, എന്താ ചൂട്. വെയിലുണ്ടോ നമ്മളെ വണ്ടി അതാ അതൊക്കെ പോയാട്ടോ ഇവിടുന്ന്. എന്താ വെയിൽ ഞാൻ ഏതായാലും ഇവൻ വണ്ടി എടുക്കട്ടെ. കുട്ടോ എന്താ വെയിൽ മക്കളെ, എന്താ വെയിൽ. ഇനി നേരെ ചുരം. ഇപ്പൊ കേരള കഴിഞ്ഞ് കർണാടക എത്തും. അങ്ങനെ നമ്മൾ കേരള കർണാടക ബോർഡർ എത്തി. ബോർഡർ റൈറ്റ് യെസ്. നമ്മളങ്ങനെ കർണാടക ചവിട്ടാൻ പോവുകയാണ്. യെസ്, കേരളം കഴിഞ്ഞു ഇതാ കർണാടക. മോനെ നമ്മ കർണാടക കയറി. റോഡെല്ലാം നന്നാക്കിട്ടാ. ഇവിടെ റോഡ് നന്നാക്കി. നൈസായല്ലേ? റോഡ് നൈസാ. അന്ന് ഞാൻ കുറച്ച് മുമ്പെല്ലാം ഇതിലൂടെ മൈസൂരൊക്കെ വരുമ്പോൾ ദസറക്കെല്ലാം വരുമ്പോൾ റോഡ് നന്നാ കട്ട പോകുകയായിരുന്നു. മൈസൂർ ദസറക്കും അതുപോലെ കുടകിലെല്ലാം പോയി. അപ്പോൾ റോഡ് നന്നാ കട്ട പോകുക. ഇളക്കിയിട്ടിട്ടാണ്. ഇളക്കിയിട്ട റോഡായിരുന്നു. ഇവിടെ എല്ലാം ഫുള്ള് കളച്ച് മറിച്ച റോഡായിരുന്നു. പക്ഷെ ഇപ്പം സെറ്റ് റോഡ്. കണ്ട അടിപൊളി റോഡായി കേട്ടോ. അവിടെ നോക്കിയിട്ട് പോയാൽ മതിയാ. മെല്ലെ പോയാൽ മതി. നമുക്ക് മെല്ലെ തിരക്കൊന്നുമില്ല. തിരക്കുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മെല്ലെ ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ കുറച്ച് ചൂട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആശ്വാസം, ചെറിയ ആശ്വാസം. പിന്നെ ഫോറസ്റ്റായി. ഇത് ശരിക്കും ഫോറസ്റ്റാണ്. അപ്പോൾ മൃഗങ്ങളെല്ലാം കാണിച്ചാൽ ഈ ഉച്ച സമയത്ത്, അതായത് വൈകിട്ട് ഇപ്പം 4 മണി, ഈ 3:45 ഈ സമയത്തെല്ലാം മൃഗങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരും കേട്ടോ. എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഉറപ്പൊന്നുമില്ല. ഈ വൈകുന്നേരം ഈ സമയത്തെല്ലാം ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ചുരം അല്ലേ? നോക്കാം. ചുരം കാണണം നിങ്ങൾക്ക്. ചുരം വേണ്ടല്ലേ? ചുരമെല്ലാം എന്താ കാണാനില്ലേ? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നമുക്കിങ്ങനെ ചുരം ഞാൻ എപ്പോൾ കാണിക്കുന്നതല്ല ഇതിലൂടെ പോകുമ്പോൾ. ഭയങ്കരമായ ചൂടൊന്നുമില്ല, പക്ഷെ മോശമില്ല. കാലാവസ്ഥ മോശമില്ല. ഭയങ്കരമായ ചൂടൊന്നുമില്ല. ചെറിയൊരു തണുപ്പടിക്കുന്നുണ്ടല്ലേ? ചെറിയൊരു തണുപ്പടിക്കുന്നു. ചെറിയ തണുപ്പ്. ലോറിയെല്ലാം വരുന്നുണ്ടോ? അങ്ങോട്ട് തിരികാണോ? എന്താ ബ്ലോക്ക് ഫുൾ ബ്ലോക്കല്ലേ? എന്താ പറ്റിയ ചുരത്തിൽ? ആനയായിട്ടുണ്ടോ ഫ്രണ്ടിൽ? അല്ല ഈ ബസ്സാ? ബസ് കയറാനിട്ടാണ്. നീ കയറിക്കോ. അല്ലടാ, ഫ്രണ്ടിൽ വേറെയും ബസ്സുണ്ട്. ഫ്രണ്ടിൽ 2 ബസ് ഇതാ. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇറങ്ങുന്നുണ്ട്. ബ്ലോക്കായതാണ്. ആനയായിട്ടുണ്ട്. ഞാനാണ് കാണിച്ചിട്ട് ആനയായിട്ടുണ്ട്. ഇതാ കണ്ട. ഓ അണ്ണാ വളവ്. മുഖേലെന്തല്ലോ ആയി. വെയിലത്ത് വന്നിട്ട് ഈഴത്തുമ്പോൾ കുറച്ച് തണുപ്പുണ്ട് ചുരത്തിൽ. വെയിലത്ത് വന്നിട്ട് മുഖേലെന്തല്ലോ ആന്ന്. ഇപ്പോൾ തണുപ്പ് വന്ന് കുറച്ച് നല്ല തണുപ്പ് വന്ന് ചുരത്തിൽ. വെയിലൊന്നുമില്ല. കണ്ടാ, മോശമില്ലാത്ത കാലാവസ്ഥയാണ്. വെയിലൊന്നുമില്ല, പക്ഷെ കുറച്ച് തണുപ്പുണ്ട്. ചെറിയ തണുപ്പ്. സുഖം. സുഖമോ ദേവി. ഒരു ബസ് എത്തിയിട്ടുണ്ടോ? കണ്ടാ ചുരത്തിൽ കംപ്ലീറ്റ് കണ്ടോ? കാത്തി നശിച്ച്. എന്താ അല്ലേ? ഇത് കുറച്ച് മുമ്പ് നടന്ന നമ്മളെ മാടുവിൻ്റെ അറിയുന്ന ആരതോ ആന്നാ ബസ്. അങ്ങനെ എന്തോ ആന്ന്. അന്ന് എന്നോട് ഇതിലൂടെ പോകുമ്പോൾ കഥ പറഞ്ഞത്. അത് ആളെല്ലാം കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പെരുമ്പാറ്റ കത്തിയതാണ്. അങ്ങനെ എന്തോ ആന്ന്. എന്തോ സംഭവമാണ്. പക്ഷെ എന്താ അല്ലേ, ആ ബസ് പോയി നശിച്ച്. ആർക്കൊന്നും പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. പറ്റാതിരുന്നാൽ മതി. ആർക്കൊന്നും പറ്റാണ്ടിരുന്നാൽ മതി. വേറൊരു കാറ് ആക്സിഡൻറ്റ് ചുരത്തിൽ കാർ ആക്സിഡൻറ്റ്. എന്താ ചെയ്യാം? ശ്രദ്ധിച്ച് പോകണം. ചുരത്തുനിന്ന് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് പോകണം. ഇല്ലെങ്കിൽ പണിയാണ്. ഒരു സെക്കൻഡ് മതി. ഇത്രയും നേരം റോഡ് കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നല്ല റോഡ്.
സ്റ്റാർട്ടിങ്ങിൽ കേരളം കഴിഞ്ഞ് കർണാടക ബോർഡർ കയറിയ പാട് കുറച്ച് നല്ല റോഡായിരുന്നു. പിന്നീട് റോഡ് ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞുള്ള റോഡാണ്. ഇപ്പം വീണ്ടും നല്ല റോഡ് വന്നു. കണ്ട വച്ചുണ്ടായി ഫീലിങ്സ് നമ്മളുണ്ടല്ലോ നമ്മളിവിടെ എത്തിയട്ടാ. ഇവ എന്നാ വീട്ടുകാർ എനിക്ക് കിട്ടുന്ന ലൊക്കേഷന് നോക്കിയിട്ട് വന്ന് ഇവിടെ എത്തിയതാ. ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തി. കണ്ട വീടും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി ഇടണേ ഒരു 2 വീട് താഴെ ഇറങ്ങണം. അപ്പോൾ റൂം നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അവരെന്നെ സെറ്റാക്കി തരാൻ തന്നെ. അപ്പോൾ റൂം സെറ്റാക്കി നമുക്ക് റൂമിലേക്ക് പോവാം. ഓക്കെ, വണ്ടിയിൽ ബാഗും ഹെൽമെറ്റും എല്ലാം ഉണ്ട്. ഇതാ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൻ്റെ മുമ്പിലെത്തി. നമ്മൾ നേരെ റൂമിലേക്ക് പോകട്ടാ. ഇതവിടെയാണ്, അതാണ് കല്യാണ വീട്. അവിടെ ഈ വീട്ടിൻ്റെ ബാക്കിൽ ഒരു ഗ്രീൻ കണ്ട, ഒരു കാപ്പി കളർ അവിടെ കല്യാണ വീട് കേട്ടോ. ഇവിടെല്ലാം വലിയ വീടുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് ടൈപ്പ് വീടാട്ടോ ഇവിടെ. കണ്ട അടുപ്പിച്ച് ചെറിയ സ്ഥലത്താണ് വീട്. ഇവിടെ ഒരു വീട് പോകുന്നുണ്ട്. കണ്ട ചെറിയ സ്ഥലത്ത് വീടുകളാണ്. ഓക്കെ, പിന്നെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണിക്കാന്നുണ്ട് കയ്യില്ല കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിക്കുന്നത് പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ട വീടുണ്ട്, ചെടിയെല്ലാം വെച്ചിട്ട് ഡ്രസ്സാണ്, അടിപൊളിയാണ്. വച്ചുണ്ടായി ഫീലിങ്സ് സുക്കൂർ അത് വണ്ടി പോകുന്ന